കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സിൽ നമുക്ക് യുവ ആർക്കിടെക്ചേഴ്സിനെയാണ് ഇപ്പൊ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം. പേര് സന്ദീപ് ഗോവിന്ദ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു പുതിയ ആർക്കിടെക്ചർ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു. പുതിയതായിരുന്നാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ എന്താണ് ഇവര് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സിന്റെ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആക്ച്വലി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ബൈറ്റ് ആർക്കിടെക്ട്സ് എന്നുള്ള ഫോം നടത്തുന്നുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്, ഒരാളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ 2 പേരും ആക്ച്വലി ഫീൽഡിൽ ഇപ്പം ആർക്കിടെക്ചർ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 5 years ആകുന്നുണ്ട്. 2024 ആണ്. അപ്പോൾ ഞങ്ങളുടെ വെറൈറ്റി ഓഫ് റെസിഡൻഷ്യൽ പ്രോജക്ട്സിലെല്ലാം ധാരാളം ഇങ്ങനെ റിക്വയർമെന്റ്സ് വരും. എസ്പെഷ്യലി ഫോർ കിച്ചൺ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും ക്ലയൻസ് വരുന്നത്. പലർക്കും പല നീഡ്സാണ്. WPC, പ്ലൈവുഡ്, ചിലർക്ക് അലുമിനിയം വേണമെന്ന് പറയും. അപ്പം ഇതെല്ലാത്തിനും നമ്മളിങ്ങനെ പല സ്ഥലത്ത് ഓടുന്ന ഒരു പരിപാടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു കുടകീഴിൽ വന്നത് ആക്ച്വലി ഞങ്ങൾ അറ്റ്ലസുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒത്തിരി ടൈപ്സ് ഓഫ് ഇത് റിക്വയർമെൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ ഒറ്റയടിക്ക് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറയുന്ന നീഡ്സിന് അവർക്ക് എന്താണോ വേണ്ടത് അത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതേ ചെയ്യാവോ അങ്ങനത്തെ നമുക്ക് എന്താണോ ഇഷ്ടം ആ രീതിക്കുള്ള സൊല്യൂഷൻ ഇവിടെ കാണാം. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അട്രാക്ട് ആയത്. അറ്റ്ലസിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ആയെന്ന് പറഞ്ഞാൽ അതാണ്. ഈവൻ ഇപ്പം ഞങ്ങളിപ്പോൾ ഡ്രോയിങ്സ് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ തന്നെ അവരുടേതായ രീതിക്ക് ക്ലയന്റിന് മനസ്സിലാവുന്ന രീതിയിലൊരു ഡ്രോയിങ്സ് ചെയ്യും. അത് തന്നെ സൈറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ഡിസ്കഷൻസ് വരും. അപ്പം അത്രയും ഒരു മാക്സിമം ക്ലാരിറ്റി നമുക്ക് കിട്ടും. അത് ടൈം ബൗണ്ട് ആയിട്ട് പറയുന്ന ഫിനിഷിൽ പറയുന്ന ക്വാളിറ്റിയിൽ ചെയ്തു തരുന്നു എന്നുള്ളതാണ് അറ്റ്ലസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ്. അതുപോലെ തന്നെ ക്ലയൻസിന് ആക്ച്വലി നേരിട്ട് വന്ന് കാണാൻ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും ഇപ്പൊ നമുക്ക് ഡ്രോയിങ്സിലൂടെ കാണിക്കും, നമ്മൾ മോഡൽസ് 3D മോഡൽസിലൂടെ നമ്മൾ കാണിക്കും. പക്ഷെ എങ്കിലും നമുക്ക് ക്ലയൻസിന് നേരിട്ട് ആ ഒരു കറക്റ്റ് സ്കെയിലിൽ കാണണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്പേസിൽ വന്നാൽ അവർക്ക് എളുപ്പത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് തന്നെ പല ഐഡിയാസ് അവരുടെ മനസ്സിൽ നിന്ന് വരും. കാരണം നമ്മുടെ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കിടെക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല ക്ലയൻസിന്റെ സൈഡിൽ നിന്നും, അതായത് അവരുടെ വീടാണ്, അപ്പൊ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അപ്പൊ രണ്ടുപേരുടെ ഒരു മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. സോ അവർക്ക് ഈ ഇതുപോലത്തെ സ്പേസിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ നല്ല പുതിയ മോഡൽസ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പലപ്പോഴും ചിലപ്പോൾ ഇവര് വല്ല മാഗസീൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും വരും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ഇവിടെ ഉണ്ടാവും. മാത്രമല്ല നമുക്ക് ന്യൂ എക്വിപ്മെന്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ സ്പേസിൽ കാണിക്കാൻ പറ്റും. മാത്രമല്ല ഇത് കുറച്ചുകൂടെ ഒരു വലിയൊരു സ്പേസ് ആണ് കമ്പയർ ടു നമ്മൾ നേരത്തെ പട്ടത്തുണ്ടായിരുന്ന ഷോറൂമില്. അതും വലുതാണ് എങ്കിലും ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്ന് ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. എല്ലാം ഓൾമോസ്റ്റ് ഒരു ബെഡ്റൂം തൊട്ട് അതുപോലെ കിച്ചൺ ഉണ്ട്. മെയിൻലി കിച്ചൺ ആണ് എങ്കിലും ബെഡ്റൂംസ് ഉണ്ട്, ഇപ്പൊ വാർഡ്രോബ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണ് വാക്കിംഗ് വാർഡ്രോബ് എന്ന് വരെ നമുക്ക് കാണിക്കാൻ പറ്റും. അവിടെ ഒരു റെപ്ലിക്ക കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇതൊരു പുതിയ ഇന്നോവേഷൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഡെമോ എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി ആർക്കിടെക്ട് വർക്ക് ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത് പുതിയ സംരംഭമാണ് അല്ലെങ്കിൽ പുതിയൊരു ഡെമോ ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതെ, ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്കൊരു ഇങ്ങനെ ഒത്തിരി ഒരു ഓപ്ഷൻസ് നമുക്കില്ല. കമ്പയർ ടു നോർത്തിലൊക്കെ കൊച്ചി, കാലിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ അതിലെല്ലാം നമ്മൾ പോയി പഠിച്ച് മനസ്സിലാക്കിയായിരിക്കും ഒക്കെ ചെയ്തത്. ട്രിവാൻഡ്രത്ത് നമുക്കിപ്പം നമ്മൾ ഒരു ഐഡിയ ആലോചിക്കണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു.